പാർട്ടി പുറത്താക്കിയ തൃശൂർ നാട്ടിക എംഎൽഎ സിസി മുകുന്ദനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാൻ സിപിഐ. എംഎൽഎ സ്ഥാനം രാജിവെക്കാതെ ബിജെപിയിൽ ചേർന്നത് ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകുക. അദ്ദേഹത്തെ സിപിഐ പുറത്താക്കിയതാണ് സിസി മുകുന്ദനെ. പുറത്താക്കിയ ഒരാൾക്കെതിരെ അയോഗ്യതാ പരാതിയൊക്കെ നിലനിൽക്കുന്നതാണോ ശ്രീജിത്ത്? ഹാഷ്മി, ഗുഡ് മോർണിംഗ്. സിസി മുകുന്ദനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭാ സെക്രട്ടേറിയറ്റിനെ സമീപിക്കാനാണ് സിപിഐയുടെ തീരുമാനം. എംഎൽഎ സ്ഥാനം രാജിവെക്കാതെ ബിജെപിയിൽ ചേർന്നത് ചൂണ്ടിക്കാണിച്ചാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകാൻ സിപിഐ തയ്യാറെടുക്കുന്നത്. എന്നാൽ കേവലം രാഷ്ട്രീയ ആയുധമെന്നതിനപ്പുറത്തേക്ക് ഈ പരാതി കൊണ്ട് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. നിയമസഭാ സെക്രട്ടേറിയറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം UDF-ഉമായി ചർച്ച പിന്തുണയുള്ള സ്വതന്ത്രനായി നാട്ടികയിൽ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ സിസി മുകുന്ദനെ സിപിഐ ജില്ലാ കൌൺസിൽ, തൃശൂർ ജില്ലാ കൌൺസിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനോ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത സിസി മുകുന്ദൻ എന്ന വ്യക്തിക്കില്ല. അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള പരാതി നിലനിൽക്കില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് മുകുന്ദനെതിരെ ഇങ്ങനെയൊരു നീക്കം നടത്തി എന്നുള്ള ഒരു കാര്യം രാഷ്ട്രീയമായി ഉന്നയിക്കാം എന്നതിനപ്പുറത്തേക്ക് ഈ പരാതി കൊണ്ട് കാര്യമായ എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് സംശയമാണെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പരാതി കൊണ്ട് വലിയ കഥയുണ്ടാവില്ല. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ആയുധം എന്ന നിലയ്ക്കായിരിക്കണം അയോഗ്യതാ പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.